السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ ഞങ്ങളോട് വിട പറയാനടുത്ത ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനെ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെയും കുടുംബങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധമായ റമളാൻ കഴിയലോടുകൂടെ, അതായത് അന്നത്തെ സൂര്യാസ്തമാനത്തോടു കൂടെ മാസപ്പിറവി കാണലോടുകൂടെ വിശുദ്ധമായ ചെറിയ പെരുന്നാളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമായി വരികയാണ്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമായത് ഹിജറ 2ാമത്തെ വർഷത്തിലാണ്. ഹിജറ 2ാമത്തെ വർഷത്തിലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായത്. അല്ലാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഇന്ന സൗമ റമളാന മുഅല്ലഖും ബൈന അസ്സമാഇ വൽ അർദ് ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ. റമളാൻ നോമ്പ് ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിലും അത് കെട്ടിടപ്പെട്ടതാണ്, അതിനെ ബന്ധിക്കപ്പെട്ടതാണ്. ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് കൊണ്ടല്ലാതെ ഇതിനെ ഉയർത്തപ്പെടുകയില്ല. ശുദ്ധമായ ഫിത്ർ സക്കാത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ഇത് വിളിച്ചോദിക്കുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുത്താലേ നമ്മളുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉയരുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനിവാര്യമാണ്. മഹാനായ വക്കീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫി തങ്ങളുടെ, നമ്മുടെ ഇമാമായ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദായ വക്കീഅ റളിയല്ലാഹു അൻഹു, സക്കാത്തുൽ ഫിത്ർ ലിശഹരി റമളാൻ, ഫിത്ർ സക്കാത്ത് റമളാൻ മാസത്തിലേക്ക് ചേർത്ത് നോക്കി കസജദത്തി സഹവി, സഹവിൻ്റെ സുജൂദ് പോലെയാണ്. സഹവിൻ്റെ സുജൂദ് കസയത്തി സഹവി ലിസ്സലാ, നിസ്കാരത്തിലേക്ക് ചേർത്ത് നോക്കി സഹവിൻ്റെ സുജൂദ് പോലെയാണ്. തജ്ബുറു നഖ്സസ് സൗമി കമാ യജ്ബുറു സുജൂദു നഖ്സസ് സ്വലാത്തി. ഈ ഫിത്ർ സക്കാത്ത് നോമ്പിന്റെ പോരായ്മകളെ പരിഹരിക്കും. ഏതുപോലെ? കമാ യജ്ബുറു സുജൂദു നഖ്സസ് സ്വലാത്തി, സഹവിന്റെ സുജൂദ് നമസ്കാരത്തിൽ സംഭവിച്ച പോരായ്മകളെ പരിഹരിക്കും പോലെ ഫിത്ർ സക്കാത്ത് അവളുടെ നോമ്പിൽ വന്ന പോരായ്മകളെ പരിഹരിക്കുമെന്ന് മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇനി ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാവുക? വതജിബുൽ ഫിത്രത്തു ബിഗുറൂബി ലൈലത്തി ഫിത്രിൻ മിൻ റമളാന ഐ ബിദ്റാകി ആഖിർ ജുസ്ഇൻ മിൻഹു അവ്വൽ ജുസ്ഇൻ മിൻ ശവ്വാൽ. ഫിത്ർ സക്കാത്ത് ചെറിയ പെരുന്നാളിൻ്റെ ആ സൂര്യാസ്തമാനത്തോടു കൂടി, അതായത് ചെറിയ പെരുന്നാളിൻ്റെ ആദ്യത്തെ ഭാഗവും പരിശുദ്ധമായ റമളാനു ഷരീഫിൻ്റെ അവസാനത്തെ ഭാഗവും, അന്ന് സൂര്യാസ്തമാനത്തോടു കൂടി ഫിത്ർ സക്കാത്ത് എല്ലാവരുടെ മേൽ നിർബന്ധമാകുന്നതാണ്. ഇനി ഫിത്ർ സക്കാത്ത് ആരെ തൊട്ടൊക്കെ കൊടുക്കണം? അവനെ തൊട്ടും അവന് ചെലവെടുക്കൽ നിർബന്ധമായവരാരൊക്കെയുണ്ടോ അവരൊക്കെ തൊട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അവൻ്റെ സ്വയം ശരീരത്തെ തൊട്ടും, അതുപോലെ തന്നെ അവൻ ചെലവെടുക്കൽ നിർബന്ധമായവർ, അവൻ്റെ ഭാര്യ, മക്കൾ, അവരൊക്കെയും അവൻ ചെലവെടുക്കൽ ആർക്കൊക്കെയാണോ നിർബന്ധമുള്ളത് അവരെ തൊട്ടൊക്കെ ഫിത്ർ സക്കാത്ത് വാജിബാകും.
ഫിത്ർ സക്കാത്ത് ആരുടെ മേലാണ് നിർബന്ധമാവുക? അവൻ്റെ ചെലവിനെ തൊട്ടും അവൻ ചെലവെടുക്കൽ നിർബന്ധമാരുടെ ചെലവിനെ തൊട്ടും പെരുന്നാളിൻ്റെ അന്നത്തെ പകലും അന്നത്തെ രാത്രിയും ബാക്കി വന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതായത് അവൻ്റെ ചെലവും അവൻ ചെലവെടുക്കൽ നിർബന്ധമാരുടെ ചെലവിനെ തൊട്ട് പെരുന്നാളിൻ്റെ അന്നത്തെ പകലും അന്നത്തെ രാത്രിയും അവനക്കും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവരെ ഭക്ഷണത്തെ തൊട്ട് ബാക്കി വന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതായത് അന്നത്തെ പകലും അന്നത്തെ രാത്രി പെരുന്നാളിൻ്റെ അന്ന് അത്രമേ വേണ്ടതുള്ളൂ. അതിന് ഭൂരിപക്ഷം ആളും ആ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാളിൻ്റെ അന്നത്തെ പകലും അന്നത്തെ രാത്രിയും അവനിക്കും അവൻ ചെലവർക്ക് നിർബന്ധമായവരെ തൊട്ട് ബാക്കി വന്നാൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഇനി ഫിത്ർ സക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത്? വഹിയ സക്കാത്തുൽ ഫിത്രി സ്വാഉൻ വഹ അർബഅത്തു അംദാദ്. ഫിത്ർ സക്കാത്ത് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദ് ഒരാൾ എന്താക്കണം? കൊടുക്കണം. ഒരു സ്വാ. പിന്നെ ആരെ തൊട്ടാണോ ഫിത്ർ സക്കാത്ത് വീട്ടുന്നത് അവൻ്റെ രാജ്യത്തിൻ്റെ മികച്ച ഭക്ഷണത്തിൽ അവിടെ അധികം ഉപയോഗിക്കുന്ന ഏത് ഭക്ഷണമാണോ അത് ആ ആഹാരം ആ ഭക്ഷണ സാധനം അവൻ എന്താക്കണം? കൊടുക്കണം. 4 മുദ്ദാണ് കൊടുക്കേണ്ടത്. അതാണ് ഇന്നിപ്പോൾ തൂക്കത്തിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായി ഇത് ഇത്രയാണെന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല. പലരും പല കണക്കുകളാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് 4 മുദ്ദ് കൃത്യമായി കൊടുക്കുക. ഒരു സ്വാൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരല്പം അധികം തന്നെ കൊടുക്കുക, കുറയാതിരിക്കാൻ വേണ്ടി. ഇക്കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫിത്ർ സക്കാത്തിനിക്ക് 5 സമയങ്ങളാണുള്ളത്. ഒന്ന് വക്തു ജവാസ്, വക്തു ഉജൂബ്, വക്തു ഫളീല, വക്തു കറാഹ, വക്തു ഹുർമ. ജവാസിൻ്റെ സമയം വക്തു ജവാസ് റമളാൻ മാസത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ കൊടുക്കൽ അനുവദനീയമാണ്, ജായിസാണ്. രണ്ടാമത്തത് വക്തു ഉജൂബ് നിർബന്ധമാകുന്ന സമയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യാസ്തമാനത്തോടു കൂടി. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നിസ്കാര ഖബ്ലൽ ഖുറൂജി ഇല സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കൊടുക്കുക. പിന്നെ വക്ത് കറാഹ, പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് കാരണമില്ലാതെ ആ ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കുക. അഞ്ചാമത്തത് ഹറാമ വക്ത് ഹുർമ, പെരുന്നാൾ ദിവസത്തെ തൊട്ട് ഒരു കാരണവുമില്ലാതെ ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കുക. ഇത് ഇങ്ങനെ 5 സമയം ബഹുമാനപ്പെട്ട ഫുഖഹാ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ആ വക്ത് ഫളീല, ഏറ്റവും ശ്രേഷ്ഠമായ സമയം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഫിത്ർ സക്കാത്ത് അവൻ്റെതും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവരെ തൊട്ട് കൊടുത്തു വിടുക. ഇനി ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫിത്ർ സക്കാത്തും അല്ലാത്ത സക്കാത്ത് 2 നിബന്ധനയാണുള്ളത്. ഒന്ന്, നിയ്യത്ത് വെക്കണം. നിയ്യത്തില്ലാതെ കൊടുത്താൽ ശരിയാവുകയില്ല. ലഹു, ഈ സക്കാത്ത് വീട്ടിലേക്ക് ഷർത്താക്കപ്പെടും. ഷർത്താൽ 2 ഷർത്ത്. അഹദുഹുമാ, 2-ൽ നിന്ന് 1 ഷർത്ത് നിയ്യത്തും ബിഖൽബിൻ, ഹൃദയം കൊണ്ട് കരുതണം. നിയ്യത്ത് വേണം. ഇത് എൻ്റെയും ഞാൻ ചെലവഴിക്കുന്ന നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താകുന്നു, കരുതണം. ഒന്നൊരിക്കലോ ഈ ഫിത്ർ സക്കാത്തിന് വേണ്ടി കൊടുക്കുന്ന അരി അളക്കുന്ന സമയത്ത്, ഓഹരി വെക്കുന്ന സമയത്ത് കരുതുക, അല്ലെങ്കിൽ അവകാശിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് കരുതുക. രണ്ടാമത്തത്, അവകാശികൾക്ക് കൊടുക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ 8 വിഭാഗം ആളുകൾ, ആ 8 വിഭാഗത്തിൽ നിന്ന് എത്തിക്കപ്പെട്ടവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അത്
അത് കാരണമായി നമ്മുടെ നോമ്പിൽ വന്ന എല്ലാ പോരായ്മകൾ അള്ളാഹു പുറത്തു തരുമാരാവട്ടെ. നമ്മുടെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യുമാരാവട്ടെ. എല്ലാവരും ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.